നയനയോട് ആദർശ് എന്നിട്ട് ചോദിക്കാണ്, എന്താ ശരിക്കും നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പൊ പിന്നെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോ നയന പറയാണ്, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് വീടിനുള്ളിൽ തടവറയിലാക്കും, അങ്ങനെ അവർ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ചോദിക്കാണ്, അതിനുവേണ്ടി മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? സത്യം പറ, നീ മുത്തശ്ശനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുത്തശ്ശനാണെങ്കിൽ ആകെപ്പാടെ വിഷമത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല. എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശനുണ്ടല്ലോ, അങ്ങോട്ട് തന്നെ പോയി ചോദിക്കുക എന്നും പറഞ്ഞിട്ട് നയന ദേഷ്യപ്പെട്ട് വീണ്ടും ഇറങ്ങിപ്പോന്നുണ്ട്. ആദർശ് ഓർക്കാണ്, ഇവക്ക് ഇത് എന്താ പറ്റിയത്, എന്താണ് സംഭവം എന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നന്ദുവിനെയും കൂട്ടിയിട്ട് അനിയും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഡ്രസ്സിങ് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. കല്യാണ പർച്ചേസിനൊക്കെ ആയിട്ട് നന്ദുവിന്റെ മനസ്സിലാണെങ്കിൽ മുഴുവൻ അനി മാത്രമാണ് കേട്ടോ. അനിയുടെ മനസ്സിലും നന്ദു മാത്രമേ ഉള്ളൂ. തമിഴിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അനിയും നന്ദുവിന്റെയും പ്രണയകഥ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴിലാണെങ്കിലോ അനിക്ക് അനാമികയെ തന്നെയാണ് ഇഷ്ടം, പക്ഷെ മലയാളത്തില് അനിക്കും ഇഷ്ടം നന്ദുവിനെ തന്നെയാണ്. അങ്ങനെ അനാമികയാണെങ്കിലോ നന്ദുവിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് മേടിക്കുകയാണ്. നന്ദുവിനോട് ഇന്ന് ഈ ഡ്രസ്സ് നിനക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു അനിയോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ബ്രോക്കർ കാശാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതുകൊണ്ടൊന്നും അല്ല, എല്ലാവർക്കും എന്റെ വക ഒരു ഡ്രസ്സ് ഉണ്ട്, അതുപോലെ തന്നെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയണ്ട് നിനക്കും എന്റെ വക ഒരു ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് നന്ദുവിനത് അനാമിക കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു മടിച്ചത് മേടിക്കാണ്. തുറന്നു നോക്ക് നന്ദു എന്ന് പറയുമ്പോഴേക്കും അവള് തുറന്നു നോക്കുമ്പം അതിനുള്ളിൽ ഒരു സാരി ആയിരിക്കും കേട്ടോ. ഈ സാരി കണ്ടപാടെ നന്ദു ഞെട്ടിപ്പോകുന്നു. ഇതെന്താ ഇത്, ഞാൻ സാരി കൊടുക്കാറില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് അനിയോട് നന്ദു ചോദിക്കുമ്പം അനാമിക പറയാണ്, അനി പറഞ്ഞതാ വേണ്ടെന്ന്, പക്ഷെ എന്റെ ഒരു ആഗ്രഹം നിന്നെ സാരി എടുത്തൊന്ന് കാണണമെന്ന്, അതുകൊണ്ടാ. പ്ലീസ്, ഇഷ്ടായില്ലെങ്കിലും ഇതൊന്നും ഉടുക്കണം, എന്റെ വലിയൊരു ആഗ്രഹ, മേടിച്ചിരുന്നാളുടെ ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി അനാമിക, എനിക്കത് പറ്റില്ലെന്ന് പറയുമ്പം അങ്ങനെ പറയല്ലേ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ ഇപ്പോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് കേക്കുവോ പ്ലീസ് എന്ന് പറയാണ്. അപ്പോഴേക്കും അനിയും പറയുന്നുണ്ട് നന്ദു പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും ശരി എന്നും പറഞ്ഞിട്ട് നന്ദു ആ ഒരു കവറും കൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു പോന്നു. നന്ദു ആണെങ്കിൽ ആകെപ്പാടെ വിഷമത്തിലാണ് കേട്ടോ നടന്നു പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നയന അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നയനയുടെ കാലൊന്ന് തട്ടുന്നുണ്ട്. ആ എന്ന് പറഞ്ഞോളൂ നയന ആ കാലും കൊണ്ട് നേരെ വന്ന് കട്ടിലിൽ ഇരിക്കുമ്പോഴായിരിക്കും ആദർശ് ഇത് കാണുന്നത്. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ കാലെവിടെ നിന്ന് ഇടിച്ചു ഉളക്കിയാന്ന് തോന്നുന്നു, നല്ല വേദനയുണ്ട് എന്നൊക്കെ പറയാണ്. ഇവിടുന്ന് ടൈഗർ മാമൊക്കെ ഇവിടുന്ന് ഓയിൽമെന്റ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഇത് മുഴുവൻ നിങ്ങൾ തപ്പാണ്. അപ്പോഴേക്കും ആ കബോർഡിലുണ്ടെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വെച്ച സ്ഥാനം വെച്ചെടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, അവിടെ എവിടെ വലിച്ചു വാരിടാതെ ഒതുക്കി വെച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ കാലിങ്ങോട്ട് കൊണ്ടുവന്നേന്നും പറഞ്ഞിട്ട് ആദർശ് കട്ടിലയിൽ ഇരുന്നിട്ട് കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് ഓയിൽമെന്റ് പുരട്ടി കൊടുക്കുകയാണ്. അപ്പൊ ഇത് പുരട്ടി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും വാദത്തിൽ കൂടി നടന്നു പോവാണ്. അപ്പോഴേക്കും അവരോട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, ശരിക്കും അവന് അവളുടെ സ്നേഹം ഉണ്ടല്ലേ? മുത്തശ്ശൻ പറയുന്നുണ്ട്, അവന് സ്നേഹമൊക്കെ ഉണ്ടോ, പക്ഷെ അവനത് പുറത്ത് അറിയിക്കാൻ മടിയാണ്. അതല്ലെങ്കിൽ അവന്റെ സ്നേഹം അത് സ്നേഹമാണെന്ന് തിരിച്ചറിയാൻ പോലും ആ പൊട്ടൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബിസിനസ് മാത്രമേ അവന്റെ തലയുള്ളെന്നാ തോന്നുന്നേ എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പറയാണ്. എന്നും ഇവർ ഈ സ്നേഹം ഇതുപോലെ നിലനിന്നാ മതിയായിരുന്നു. ഇതെങ്ങാണ് ഇപ്പൊ ദേവേനെ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിച്ച് കളിയാക്കിക്കൊണ്ട് നടന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയനയും മനസ്സിലാലോചിക്കുകയാണ്, ഈശ്വര ഇത്രയ്ക്കും കയറിഞ്ഞ സ്നേഹമൊക്കെ സത്യമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇതിപ്പോ അഭിനയല്ലേ, അഭിനയം മാത്രം. സത്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ഹാപ്പി ആയിരുന്നേനും ഞാനിപ്പോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആദർശ് ഇപ്പൊ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുറവുണ്ടെന്ന് പറയാണ്. എണ്ണിച്ച് നടക്കാതെ തുടങ്ങുമ്പോൾ വേണ്ട ഞാൻ നടത്തിക്കാന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെ പിടിച്ച് നടത്തിക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇതുപോലെ കുറച്ച് തവണ നടന്നാൽ മതി, ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിക്കൊള്ളൂടോ, ചെറിയ ഉളുക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ശരി ഞാൻ നടന്നോളാന്ന് പറയാണ്. അങ്ങനെ ആദർശ് പോയതിനു ശേഷം നയന നേരെ പൂജാമുറിയിലേക്ക് പോവാണ്. ഈശ്വര ഞാൻ ഈ കണ്ടതൊക്കെ സത്യമാണോ? സത്യമായിരിക്കണേ. ആദർശേട്ടൻ എഴുതിയിരുന്നത് പോലെ അഭിനയിക്കുകയായിരിക്കല്ലേ. ഇപ്പൊ എന്റെ കാലിൽ കുഴമ്പ് തേച്ചപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് മുഴുവനും ആദർശേട്ടൻ എന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമാണെന്നാണ്. അത് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. എന്റെ ആദർശേട്ടന്റെ മനസ്സിൽ ഭാര്യ എന്ന സ്ഥാനം എനിക്ക് നൽകണം. ആദർശേട്ടൻ പൂർണ്ണമായിട്ടും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണം. അത്ര മാത്രമേ എന്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഗോവിന്ദനും കനവും കൂടിയിട്ട് നവ്യനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. കുറച്ച് പാക്കിംഗ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. വന്നിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയാണ്, അമ്മേ ഞങ്ങൾ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാ വന്നേന്ന് പറയുമ്പം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ജയനും ആദർശും മറ്റെല്ലാവരും ഉണ്ട് കേട്ടോ, മുത്തശ്ശൻ സഹിതമുണ്ട്.
അത് നവ്യമോക്ക് ഇനി കുറച്ചാടല്ലേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പ്രസവം നോക്കേണ്ടതാണല്ലോ, അങ്ങോട്ട് നേരത്തെ കൊണ്ടുപോകാന്ന് കരുതി എന്ന് കനകം പറയുമ്പോഴേക്കും നവ്യ മനസ്സിലാലേക്കാണ്, ഈശ്വര ഈ ലക്ഷറി ലൈഫ് വിട്ടിട്ട് വീണ്ടും ഫിക്ഷറി ലൈഫ് ആവോ? അവിടെ പോയിട്ട് വെറും ഫാനും കൊതുകടിയും കൊണ്ട് കിടക്കേണ്ടി വരും. ഇവിടെയാണെങ്കിലോ AC-യിൽ കിടന്നുറങ്ങാം. അത് വേണ്ടായിരുന്നു എന്ന് മനസ്സിലിങ്ങനെ അവള് പറയുന്നുണ്ട്. എന്തായാലും ആ ഐഡിയ കൊള്ളാം, പോയാല് എങ്ങനെയെങ്കിലും അബോഷനാണെന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ട് തിരിച്ചു വരായിരുന്നു എന്ന് നവ്യ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് അവരുടെ വളകാപ്പ് ചടങ്ങ് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് അവിടെ വെച്ചാൽ നടത്താലോ എന്ന് കനകം പറയുമ്പം മുത്തശ്ശി പറയണ, വേണ്ട വേണ്ട, ഇത് ഈ അനന്തപുരിയിലെ ആദ്യത്തെ മരുമകളുടെ വളകാപ്പാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ വേണം, വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ മുത്തശ്ശി പറയാണ്. അപ്പോഴേക്കും കനകം അമ്മയുടെ ഇഷ്ടം പോലെ എന്ന് പറയാണ്. എന്തായാലും കനകം അങ്ങനെ പറഞ്ഞത് വലിയ സന്തോഷമായി. സാധാരണ അമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ അവർ വീട്ടിൽ നടത്തണമെന്ന്, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് നടത്തണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അതിന്റെ ഒരു നേർച്ചയായിട്ട് തന്നെ കൂട്ടിക്കോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും സാരമില്ല, അമ്മ പറയുന്ന പോലെ എന്ന് പറയുമ്പം ജലജ പറയാണ്, അത് അമ്മയുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിട്ടാ അവൾ ഇത്രയും പറഞ്ഞത്, ആ ചെലവും കൂടെ ചുരുക്കാമല്ലോ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, ജലജ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് പോകരുതെന്ന് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ജലജയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ജലജ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കനകത്തിനോട് മുത്തശ്ശി പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇവിടെ വളകാപ്പ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോ, അയ്യോ അതൊന്നും പറ്റില്ല, അവിടെ വർക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, നവ്യ ഇന്നലെ ഒന്നിവിടെ വീണു, അവിടെ കാലിന് സ്ലിപ്പായത്, അവളെ നോക്കാൻ അവളുടെ അമ്മായിമ്മയ്ക്ക് പറ്റില്ലല്ലോ, ഞങ്ങളൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ നവ്യക്കാണല്ലോ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അവളെ നോക്കുന്നത് അവൾക്ക് തീരെ താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ചോദിക്കാണ്, കനകത്തിന് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോ നവ്യ മനസ്സിലേക്കതാണ്, ഈശ്വര പെട്ടു, അമ്മ എങ്ങാനും എന്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ തീർച്ചയായിട്ടും എന്നെ കണ്ടുപിടിച്ചിരിക്കും, അത് ഉറപ്പാ എന്ന് അവളെ മനസ്സിൽ കരുതാണ്. അപ്പോഴേക്കും ജലജ പറയണം, ഈ നാസ്തിനെയും കൂടെ ഇനി സഹിക്കണോ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. കനകം പറയണം, അയ്യോ അമ്മേ അത് പറ്റില്ല, വീട്ടിൽ നന്ദമോളും അച്ഛനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അച്ഛന് പാചകമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ, കുറച്ച് ഓർഡറുകളുണ്ട്, അതൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യണമെങ്കിൽ ഞാനും കൂടി ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയണം, അയ്യോ മോളെ അങ്ങനെ പറയരുത്, നവ്യക്ക് വേണ്ടിട്ടല്ലേ, മോക്ക് വേണ്ടിട്ടല്ലേ, അതുകൊണ്ട് കുറച്ചു ദിവസം നീ ഇവിടെ നിൽക്ക് വളകാപ്പ് വരെ, അത് കഴിഞ്ഞിട്ട് നീ അവളെയും കൊണ്ട് നിനക്ക് വീട്ടിലേക്ക് പോകാലോ, ഇനി കുറച്ചു ദിവസങ്ങൾ കൂടി മാത്രമല്ലേ ബാക്കിയുള്ളൂ, ഏറിപ്പോയാൽ ഒരാഴ്ച എന്ന് മുത്തശ്ശി പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, കനകം നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നന്ദുമോളും ഞാനും ഉണ്ടല്ലോ അവിടെ, അതുകൊണ്ട് നീ ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം എന്ന് പറയാണ്. നന്ദുവിന്റെ കാര്യം നിങ്ങൾക്കറിയാലോ, അവൾ ഏതെങ്കിലും സമയത്തായിരിക്കും കയറി വരുന്നത് എന്ന് കനകം പറയുമ്പോ ഗോവിന്ദൻ പറയാണ്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോടോ, എന്തായാലും അമ്മ ഇത്രത്തോളം പറഞ്ഞതല്ലേ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാ ശരി, ഞാൻ ഗോവിന്ദേട്ടനെ യാത്രയാക്കിട്ട് വരാമെന്നും പറഞ്ഞിട്ട് കനകം ഗോവിന്ദനെ യാത്രയാക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ട അത് വേണ്ടായിരുന്നു, ഒന്നാമതേ എന്നെ കാണുന്നത് പോലും നമ്മുടെ രണ്ട് മക്കളുടെ അമ്മായിമാർക്ക് ഇഷ്ടമില്ല, വീടമ്മയാണെങ്കിലോ നമ്മളെ ഏതോ പുറമ്പോക്കിനെ കാണുന്ന പോലെയാ കാണുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, എങ്ങനെയെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയുമ്പോ ഗോവിന്ദൻ പറയാണ്, ആ അമ്മ അത്രത്തോളം പറയുമ്പോ പിന്നെ എന്താ കനകം ചെയ്യാ, നിർബന്ധം പിടിച്ച് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, നീ സഹിച്ച് കുറച്ചു ദിവസം നിൽക്കുക, അത് മാത്രല്ല അത്രയും ദിവസം നിനക്ക് കൊതുകടിയും കൊള്ളാതെ ഫാൻ കാറ്റും അടിക്കാതെ കിടക്കാലോ, നല്ല AC-ക്കകത്ത് കിടക്കാലോ എന്ന് പറയുമ്പം കനകം പറയാണ്, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എനിക്ക് നമ്മുടെ വീട് തന്നെ ഇഷ്ടം, അതാകുമ്പോ കുറച്ച് സമാധാനവും എന്റെ അധികാരവും കാണുമല്ലോ, ഇവിടെയാകുമ്പോ പലരെ അടിമയായിട്ട് കിടക്കേണ്ടി വരികയില്ലേ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ അഡ്ജസ്റ്റ് ചെയ്യേ, അവരെ പിണക്കാൻ നിൽക്കണ്ട എന്ന് പറയാണ്. പിന്നെ ഞാൻ വിളിക്കാട്ടോ എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ, വിളിക്കണം അല്ലെങ്കിൽ ഞാൻ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. കുറെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസിന്റെ ഒക്കെ ബാലൻസ് കിടപ്പുണ്ട്, അതൊക്കെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.